ഒന്ന് ആലോചിച്ചു നോക്കൂ. പുരാതന ഗ്രീസിലെ ഒരു തത്വചിന്ത, പിന്നെ ഇസ്ലാമിക ആത്മീയതയുടെ കാതൽ. കാഴ്ചയിൽ ഒരു ബന്ധവുമില്ല അല്ലേ? പക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യത്തിന് ഈ രണ്ട് പാരമ്പര്യങ്ങളും ഒരേപോലെ ഒരു ഉത്തരം തന്നാലോ? ഹെർമെറ്റിക് ഫിലോസഫിയും ഇസ്ലാമിക മിസ്റ്റിസിസവും തമ്മിലുള്ള ആ അവിശ്വസനീയമായ സാമ്യത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ എന്താണാ വലിയ ചോദ്യം? നൂറ്റാണ്ടുകളായി തത്വചിന്തകരെയും ആത്മീയവാദികളെയും ഒരുപോലെ കുഴപ്പിച്ചൊരു ചോദ്യം. നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള, നിർവചിക്കാൻ പോലും പറ്റാത്തൊരു ദൈവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇതൊരു വെറും ചോദ്യമല്ല. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കം തന്നെ ഇവിടെ നിന്നാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു പുരാതന സംഭാഷണത്തിലേക്ക് പോകാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഹെർമെസ് എന്നൊരു ജ്ഞാനി അദ്ദേഹത്തിന്റെ ശിഷ്യനും ഗ്രീക്ക് വൈദ്യശാസ്ത്രത്തിന്റെ ദേവനുമായ അസ്ക്ലിപ്പിയേസുമായിട്ട് സംസാരിക്കുന്നു. ആ ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മൾ ഈ സങ്കീർണമായ ആശയങ്ങളുടെ കെട്ടഴിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഈ രണ്ട് പാരമ്പര്യങ്ങളും ഒരു വലിയ സത്യം അങ്ങോട്ട് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിമിതമായ തലച്ചോറ് വെച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വലുതാണ് ദൈവമെന്ന ആശയം. അപ്പൊ പിന്നെ എവിടുന്ന് തുടങ്ങും, അല്ലേ? രസമെന്താണെന്ന് വെച്ചാൽ രണ്ട് പാരമ്പര്യങ്ങളും തുടങ്ങുന്നത് ഒരേ പോയിന്റിൽ നിന്നാണ്, ഒരു പരമോന്നത ഉറവിടത്തെ അംഗീകരിച്ചുകൊണ്ട്. ഹെർമെറ്റിക് ഗ്രന്ഥങ്ങളിൽ അതിനെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇനി ഇസ്ലാമിക മിസ്റ്റിസിസത്തിലേക്ക് വന്നാൽ അവിടെ ഹുവ, അതായത് അവൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണെന്നോൾ, ഈ അസ്തിത്വം ഏതൊരു വിവരണത്തിനും അതീതനാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ. രണ്ടിലെയും ആശയം ഒന്നു തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റാത്ത ഒന്നിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോ ആ ഉറവിടത്തെ അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇവിടെയാണ് കഥ രസകരമാകുന്നത്. രണ്ട് പാരമ്പര്യങ്ങളും അതിമനോഹരമായ ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അറിയാൻ കഴിയാത്ത ദൈവം പൂർണ്ണമായും അങ്ങ് ഒളിച്ചിരിക്കുവല്ല, പകരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ സ്വയം പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെയാണ് ഈ രണ്ട് ലോകങ്ങളും കൈകോർക്കുന്നത്. ഹെർമെറ്റിക് തത്വചിന്തയിൽ ആ അറിയാൻ പറ്റാത്ത പിതാവ് ഒരു ദിവ്യ മനസ്സായി വെളിപ്പെടുന്നു, അതായത് നമുക്ക് സംവദിക്കാൻ കഴിയുന്ന ഒരു പ്രപഞ്ചബോധം. ഇനി ഇസ്ലാമിക മിസ്റ്റിസിസത്തിലോ? അവിടെ അറിയാൻ കഴിയാത്ത ഹുവ അല്ലാഹുവിലൂടെ അറിയപ്പെടുന്നു. പക്ഷേ അതൊരു ഒറ്റ വ്യക്തിയെപ്പോലെയല്ല, മറിച്ച് ദൈവിക ഗുണങ്ങളുടെയും നാമങ്ങളുടെയും ഒരു സഞ്ചയം പോലെയാണ്. ഒരേ അനന്തമായ സമുദ്രത്തിലേക്ക് തുറക്കുന്ന രണ്ട് വ്യത്യസ്ത ജനലുകൾ പോലെ, അല്ലേ? ശരി, അപ്പോ ഈ ദിവ്യ മനസ്സ് എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്? ഈ രണ്ട് പാരമ്പര്യങ്ങളും പ്രപഞ്ചത്തിന്റെ ഒരു കിടിലൻ ഭൂപടം നമുക്ക് തരുന്നുണ്ട്. നമുക്കതിലേക്കൊന്ന് നോക്കാം. ഒരു നിമിഷം, നമ്മൾ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ചിന്തകളെക്കുറിച്ചല്ലാട്ടോ ഓർക്കേണ്ടത്. ഹെർമെറ്റിക് തത്വചിന്തയിൽ ഈ മനസ്സ് എന്ന് പറയുന്നത് ജീവനുള്ള, ശരിക്കുമുള്ള ഒന്നാണ്. ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ആത്മീയ ജീവി, മറ്റെല്ലാത്തിനും ഒരു ബ്ലൂപ്രിന്റ് പോലെ. ഇനി ഇസ്ലാമിക പ്രപഞ്ചശാസ്ത്രത്തിലേക്ക് വന്നാൽ സൃഷ്ടി എന്നത് വളരെ മനോഹരമായ കുറെ സ്റ്റെപ്പുകളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ഇവിടെ അറബി അക്ഷരങ്ങളായ നൂൻ, ബ ഒക്കെ സിംബോളിക്കായിട്ട് ആ ആദ്യഘട്ടങ്ങളെയാണ് കാണിക്കുന്നത്. ദൈവിക ഊർജം നിറച്ചുവെച്ച പാത്രങ്ങളായിട്ട് ഇവയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഓരോ പാത്രവും യാഥാർത്ഥ്യത്തിന്റെ അടുത്ത ലെവലുണ്ടാക്കുന്നു. ഇത് ശരിക്കും ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തിലേക്കുള്ള ഒരു ഒഴുക്കാണ്. അപ്പോൾ ഈ പ്രപഞ്ച ഭൂപടം എത്രത്തോളം ഡീറ്റെയിൽഡാണ്? ഈ പഠിപ്പിക്കലുകളനുസരിച്ച് നമ്മുടെ ഈ യാഥാർത്ഥ്യത്തിന് 10 വ്യത്യസ്ത പദവികളോ അല്ലെങ്കിൽ തലങ്ങളോ ഉണ്ട്. ഇതാണ് ആ ഫുൾ പിക്ചർ. ഏറ്റവും മുകളിലുള്ള സുരാധിക്ക് മുതല് നമ്മൾ ജീവിക്കുന്ന ഈ ഒന്നാം സർഗം വരെ എല്ലാം ഒന്നിനുള്ളിൽ മറ്റൊന്നായി അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? ഒരു വലിയ പ്രപഞ്ചത്തിലെ റഷ്യൻ ഡോൾസ് പോലെ. അതായത് നമ്മുടെ ഈ ലോകം ഒറ്റപ്പെട്ട ഒന്നല്ല, മറിച്ച് അതിവിശാലമായ ഒരു ആത്മീയ ഘടനയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഈ ഭൂപടം പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യന്റെ സാധ്യതകളെക്കുറിച്ചും കൂടിയാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഐഡിയ വരുന്നത്. മുഹമ്മദ് നബിയെപ്പോലുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യന് ഈ 10 പദവികളെയും സ്വന്തം അസ്തിത്വത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമത്രേ. ഇതിനൊരു ഉദാഹരണമാണ് ഇമാം അലിയുടെ ഈ വാക്കുകൾ. ഞാൻ ബായുടെ താഴെയുള്ള കുത്താണ്. ഓർമ്മയില്ലേ ആ കുത്ത്, താഴ്ന്ന സ്വർഗങ്ങൾക്ക് തുടക്കമിട്ടത്? അദ്ദേഹം പറയുന്നത് തന്റെ ആത്മീയ സത്തയാണ് ആ സെന്റർ പോയിന്റ്. ഉയർന്ന ലോകങ്ങളും നമ്മുടെ ലോകവും തമ്മിലുള്ളൊരു ഗേറ്റ്വേ എന്നാണ്.
ഓക്കെ, ഇനി നമുക്ക് ഈ പ്രപഞ്ച ഭൂപടത്തെ നമ്മുടെയൊക്കെ സ്വന്തം അനുഭവങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സ്ഥലം അല്ലെങ്കിൽ സ്പേസ് എന്ന് വിളിക്കുന്ന വിചിത്രമായ ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്ന ഹെർമെസിന്റെയും എസ്ക്ലേപ്പിയസിന്റെയും സംഭാഷണത്തിലേക്ക് തിരിച്ചുപോകാം. ഹെർമെസ് ഇവിടെ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ശൂന്യമെന്ന് കരുതുന്ന ആ ഇടം, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ ഒഴുകി നടക്കുന്ന ആ ശൂന്യത, അത് ശരിക്കും ശൂന്യമല്ലത്രേ. അതൊരു ശരീരമില്ലാത്ത ജീവിക്കുന്ന ജ്ഞാനമാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്. ഇനി ഈ രണ്ടാശയങ്ങളെയും നമുക്കൊന്ന് ഒരുമിച്ച് വെച്ച് നോക്കാം. ഹെർമിസ് പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു വലിയ സജീവമായ ഒരു മനസ്സിനുള്ളിലാണ്. ഇസ്ലാമിക പ്രപഞ്ചഭൂപടം നമുക്ക് കാണിച്ചു തരുന്നത് ആ മനസ്സിന്റെ ഘടനയാണെങ്കിൽ അതിന്റെ അർത്ഥമെന്തായിരിക്കും? അതിനർത്ഥം നമ്മൾ നിർജീവമായ ശൂന്യമായ ഒരു പ്രപഞ്ചത്തിൽ വെറുതെ ഒഴുകി നടക്കുകയല്ല. നമ്മൾ പൂർണ്ണമായും ഒരു ജീവനുള്ള, ശ്വാസമെടുക്കുന്ന, ബോധമുള്ള ഒരു അസ്തിത്വത്തിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ വെക്കുന്ന ഓരോ ചുവടും എടുക്കുന്ന ഓരോ ശ്വാസവും ഈ മഹത്തായ ദിവ്യ മനസ്സിനുള്ളിലാണ് സംഭവിക്കുന്നത്. കൊള്ളാം, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഇതുകൊണ്ട് ശരിക്കും എന്ത് പ്രയോജനമാണുള്ളത്? നമ്മൾ ഈ പ്രപഞ്ച മനസ്സിനുള്ളിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്? അതിനു മുമ്പ് ഹെർമിസ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ എല്ലാം ഉൾക്കൊള്ളുന്ന ദിവ്യ മനസ്സുപോലും ഫൈനൽ സോഴ്സല്ല, അതും ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവം മനസ്സല്ല, മറിച്ച് മനസ്സുണ്ടാകാനുള്ള കാരണമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതയാത്ര എന്നത് ഈ അസ്തിത്വത്തിന്റെ പല പല ലെവലുകളിലൂടെയുള്ള ഒരു ആത്മീയമായ കയറ്റമാണ്. ബഹിരാകാശ പേടകങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കോൺഷ്യസ്നസ് കൊണ്ട് ആ ഉറവിടത്തിന്റെ ഒരു പ്രതിഫലനമായി മാറുക. അതാണ് അൾട്ടിമേറ്റ് ഗോൾ. ഇതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കും? ഹെർമിസ് അതിശയകരമായ ഒരു പ്രാക്ടിക്കൽ വഴി പറയുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ കൽപ്പനയെ ഓർമ്മിപ്പിക്കും. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അതായത് പുതിയ ജീവൻ സൃഷ്ടിക്കുന്നത് ഒരു ഡിവൈൻ ആക്ടാണ്, ആദിമ സ്രഷ്ടാവിനെ അനുകരിക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹെർമിസ് ഇക്കാര്യം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. സൃഷ്ടിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നത്, ജീവന്റെ തുടർച്ചയിൽ പങ്കാളിയാകാതിരിക്കുന്നത്, അതൊരു പേഴ്സണൽ ചോയ്സ് മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിനെതിരായ ഒരു അധർമ്മമാണെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ അറിയാൻ കഴിയാത്ത ഒരു ദൈവത്തിൽ നിന്ന് തുടങ്ങി ജീവിക്കുന്ന ഒരു പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ഇന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഇതെല്ലാം ഒരൊറ്റ ലളിതമായ എന്നാൽ വളരെ ആഴത്തിലുള്ളൊരു ആശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെയെല്ലാം ലക്ഷ്യം സൃഷ്ടിക്കുക എന്നതാണ്. അത് കുട്ടികൾക്ക് ജന്മം നൽകുന്നത് മാത്രമല്ല, സൗന്ദര്യവും ജ്ഞാനവും സ്നേഹവും ചുരുക്കത്തിൽ ജീവനും ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നമ്മുടെല്ലാം ലക്ഷ്യം സൃഷ്ടാവിനെ അനുകരിക്കുക എന്നതാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്?